Welcome everybody to this session on the basics of Karsan. This is a system by which you write other languages using the Syriac alphabet. We had a session earlier by Dr. Amal. Unfortunately, we forgot to record it properly, and so Dr. Amal has kindly consented to repeating that session for the purposes of digital preservation. Thank you, Dr. Amal, and you may take it from here. Okay. Thank you, Sanjay. So this is ഒരു introduction to Karsan. I suppose ഞാൻ മലയാളം ഇംഗ്ലീഷോട് ചേർന്ന് പറയാം. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് നമ്മളിത് സുറിയാനി കർഷകനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അറബി കർഷകനും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇതിന് മുമ്പായിട്ടുള്ളത് സുറിയാനി തന്നെ സുറിയാനിയും അറബിയും മാറി മാറി എഴുതുന്ന രീതിയും ഉണ്ടായിരുന്നു കർഷകന്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടോ ഈ നൂറ്റാണ്ടില് കാര്യം 16-ാം നൂറ്റാണ്ടോ അതിന് മുമ്പ് തൊട്ടോ ഈ കർഷകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പണ്ഡിത ലോകം അതിനെപ്പറ്റി മറന്നു പോവുകയും പിന്നീട് ഇവിടെ കേരളത്തിലെ അറബി കർഷകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീങ്ങിയിരുന്നത്. ഈ അടുത്ത കാലത്താണ് വീണ്ടും ഈ സുറിയാനി കർഷകനിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ തിരിഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമ്മാനുവേൽ ആട്ടേലച്ചന്റെ വേദതർക്കം. നമുക്കറിയാം മാർ കരിയാറ്റി ഔസേപ്പ് മെത്രാപ്പോലീത്ത എഴുതിയത് എന്ന് കരുതപ്പെടുന്ന വേദതർക്കം, അതായത് ഏകദേശം 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തുള്ള വേദതർക്കം, അത് കർഷകനിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഭാഷാപരമായിട്ടും അല്ലാതെയും ഒക്കെ ഒരു വിചിന്തനമൊക്കെ നടത്തി നമ്മുടെ ആട്ടേലച്ചൻ പ്രസിദ്ധീകരിച്ചു. അതോടുകൂടിയാണ് ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞത്. ഇത് കൂടാതെ നമ്മുടെ ആലുവ UC കോളേജിൽ നിന്നുള്ള പ്രൊഫസർ VP മാർക്കോസും ഈ രംഗത്ത് കർഷകനെ പറ്റി ഒരു റിസർച്ച് തീസിസ് ഉണ്ടായിരുന്നു. അത് മലയാളം യൂണിവേഴ്സിറ്റി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായിട്ട് ഈ 2 ബുക്കുകളുണ്ട്. ഇത് കൂടാതെ ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് പഠിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും പിന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂനമാക്കൽ തോമാ കത്തനാരാണ്. മൽപ്പാനായ അദ്ദേഹം ഈ ആട്ടേലച്ചന്റെ ഈ ഗ്രന്ഥത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് കൂനമാക്കലച്ചനാണ്. അപ്പൊ ഈ കൂനമാക്കലച്ചൻ കോട്ടയം സീരിയിൽ നിറങ്ങുന്ന ഹാർപ്പിൽ ഈ നമ്മുടെ ബേസിക്സ് ഓഫ് കർഷകൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചൂട് പിടിച്ചാണ് ഈ പ്രസന്റേഷൻ ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇസ്ത്വാൻ പേഴ്സലിന്റെ ഉണ്ട്. നിങ്ങൾക്കറിയാം, സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇസ്ത്വാൻ പേഴ്സൽ ഈ കർഷകന്റെ രംഗത്ത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൂടാതെ മറ്റു പല മാനുസ്ക്രിപ്റ്റുകളും വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ശരണ്യ ചന്ദ്രൻ എന്ന് പറഞ്ഞ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു തീസിസ് ഉണ്ട്, മലയാള ഭാഷയിലെ ലിപികളെ പറ്റിയാണ്. അതും നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൂടാതെ മറ്റു പലരും ഇപ്പോൾ ഈ കർഷകനെ പറ്റി എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഭാഷാപരമായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാം. ഒരു സെക്കൻഡ് ഒന്ന്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങുന്നത് കർഷകൻ എഴുതണമെങ്കിൽ നമുക്കറിയാം മലയാളം സുറിയാനി ഉപയോഗിച്ചാണ് എഴുതുന്നത്. മലയാളം സുറിയാനി ഉപയോഗിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് സുറിയാനി അക്ഷരങ്ങളെല്ലാം തന്നെ അറിയണം. 22 അക്ഷരങ്ങളുണ്ട്. അപ്പം ആലപ്പ് തൊട്ട് വേസ് ഗാമൽ ദാലത്ത് ഹേ വാവ് സൈൻ ഹേസ് തേസ് യോദ് കാബ് ലാമദ് മീം നൂൻ സമക്കസിയെ പേ സാദെ കോബ് റേഷ് ഷീൻ താഫ്. അപ്പൊ ഈ 22 അക്ഷരങ്ങൾ നമ്മൾ അറിയണം. 22 അക്ഷരങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയണം. അപ്പം അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സുറിയാനി അക്ഷരങ്ങൾ നമുക്ക് പരിചിതമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ചില നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾക്ക് രൂപമാറ്റം ഉള്ളതായിട്ട് നമുക്കറിയാം. അത് കാപ്പിനും മീമിനും നൂനിനും. അപ്പൊ ഈ നടുക്കെഴുതുന്ന അല്ലെ തുടക്കത്തിൽ എഴുതുന്ന കാപ്പാണിത്. ഇത് അവസാനം എഴുതുന്ന കാപ്പാണ് ഇത് രണ്ടും. ഇത് ചേർത്തെഴുതുന്നതും ചേർക്കാതെ എഴുതുന്നതും, അത് അക്ഷരങ്ങളുമായിട്ട് ഇടതുവശത്തെ അക്ഷരങ്ങളുമായിട്ട് മുട്ടുന്ന കാപ്പാണെങ്കിൽ ഇങ്ങനെയും, മുട്ടാത്ത കാപ്പാണെങ്കിൽ ഇങ്ങനെയുമാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ മീം എഴുതുമ്പോൾ ആദ്യമോ മധ്യത്തിലോ ഒക്കെ വരുന്ന മീം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അവസാനം വരുന്ന മീം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായിരിക്കും. പിന്നെ അതുപോലെ നൂൻ സാധാരണ തുടക്കത്തിലും മധ്യത്തിലും ഒക്കെയുള്ള നൂൻ ഇങ്ങനെ ആയിരിക്കും. അവസാനം വരുന്ന നൂന് 2 ഭേദങ്ങളുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇത് വലതുവശത്തെ അക്ഷരമായിട്ട് യോജിച്ചുള്ള നൂനാണെങ്കിൽ ഇങ്ങനെയും, യോജിക്കാതെയുള്ള നൂനാണെങ്കിൽ ഇങ്ങനെയും. അപ്പം നമുക്ക് ഇത് രണ്ടും കർശവൻ എഴുതുമ്പോൾ ആവശ്യമുണ്ട്. കാരണം നമുക്ക് അവൻ എന്ന് എഴുതേണ്ടപ്പോഴെല്ലാം നമ്മൾ ഈ നൂനിന് പകരം ബേസ് ചേർത്താണ് എഴുതുന്നത്. അപ്പോൾ ബേസ് ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ ബേസുമായിട്ട് ഈ നൂനിന് ചേരാൻ പറ്റും. അപ്പോൾ ഈ കിടക്കുന്ന നൂനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത് ഒരു കാര്യമുള്ളത് 8 അക്ഷരങ്ങളെ പറ്റിയുള്ള ഒരു കാര്യമാണ്. ഇത് ആലബ്, ദാലത്, ഹേ, വാവ്, സൈൻ, സാദെ, റേഷ്, താഫ്. അപ്പൊ ഈ 8 അക്ഷരങ്ങൾ ഒരിക്കലും വലതുവശത്തെ അക്ഷരങ്ങളുമായിട്ട് മാത്രം ബന്ധിപ്പിച്ചെഴുതുന്നതാണ്. അപ്പോൾ അതായത് വാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തുള്ള അക്ഷരമായിട്ട് വാവിന് ബന്ധിപ്പിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാമാണ്. അപ്പോൾ ഈ ആലപ്പാണെങ്കിൽ ആലപ്പ് എന്നുള്ള വാക്ക് പോലെ തന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ലമതുമായിട്ട് ആയെ മുട്ടിച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഇതാണ് ഈ 8 അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇടതുവശത്തെ അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാതെ വലതുവശത്ത് മാത്രമേ ഈ അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഒരു റൂളാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു നിമോണിക്ക് പോലെ നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് അത് ഹവാസ് സറാസ് ഉണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ആലബ്, ദാലത്, ഹേ, വാവ്, സൈൻ, അത് കഴിഞ്ഞിട്ട് സാദെ, റേഷ്, താഫ്. അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ഇടതുവശത്തെ അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാതെ നോക്കണം. ഇത്രയും 2 കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ എഴുതുന്നതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സുറിയാനിയിൽ 22ഉം മലയാളത്തിൽ 51 അക്ഷരങ്ങളുമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ പുതിയ അക്ഷരങ്ങൾ സുറിയാനിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള അക്ഷരങ്ങളുമായിട്ട് തുടങ്ങാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ന എന്ന് പറയുന്ന അക്ഷരമാണ്. അതായത് നായ, നാനാവിധം എന്നൊക്കെയുള്ള ന. അപ്പോൾ ഓർക്കുക, നൂൻ ഉള്ളത് കൊണ്ട് നമുക്ക് ന എന്നുള്ള ശബ്ദം നമുക്ക് അല്ല അക്ഷരം നമുക്ക് കർഷകനിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയാസമില്ല. പക്ഷെ ന എന്നുള്ള അക്ഷരം നമുക്കില്ല. അപ്പോൾ ഇതിന് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളാണ്. ഈ ന എന്ന് പറയുന്ന അക്ഷരത്തെ നമ്മളൊരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിക്കുക. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇടതുവശത്തേക്ക് തുറന്നിരിക്കുന്ന ഒരു 3 നമുക്ക് കിട്ടുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ന. അപ്പൊ ഇത് നമുക്ക് ന എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം നമ്മൾ സുറിയാനിയിൽ ഇത് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ഈ ങായാണ്. ക, ഖ, ഗ, ഖ, ങ. ആദ്യത്തെ കവർഗത്തിലെ അവസാനത്തെ അക്ഷരമാണ് ങ. അപ്പൊ നമ്മൾ ചങ്ങാതി എന്ന് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഒരു ഡബിൾഡ് ഫോമാണ് ചങ്ങാതി എന്ന് പറയും, 2 ചുറ്റുള്ളത്. അത് ഈ ങയുടെ ഡബിൾഡ് ഫോമാണ് ചങ്ങാതി. അപ്പൊ ങ അല്ലെ ചങ്ങനാശ്ശേരിയുടെ ങ. അപ്പൊ ഇതൊക്കെ ങ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ന പോലെ തന്നെ ഇരിക്കുന്നു. ഇതിനെ ഒന്ന് നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു, മുകളിൽ ഒരു ചുറ്റ്. അപ്പൊ ഈ നായും ഈ ങായും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അപ്പൊ ഇത് ഷോർട്ട് ങായാണ്. അപ്പൊ ഇതിനെ നമുക്ക് സുറിയാനിയിൽ പ്രത്യേകിച്ച് കർഷോനിൽ എല്ലാം അക്ഷരങ്ങൾ ഡബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു വര കൊടുക്കും. നമ്മൾ ചില ഉദാഹരണങ്ങൾ കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ 2 അക്ഷരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അടുത്തത് 2 അക്ഷരങ്ങളോടാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ന നമുക്കറിയാം 2 ചുറ്റിക്കെട്ടുണ്ട് അവിടെ. അപ്പൊ ഇതുപോലെ തന്നെ തിരിച്ചിടുന്നു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഇടയ്ക്കത്തെ ഇത് നമ്മൾ
ഒരു ചുറ്റിക്കെട്ടായിട്ട് അങ്ങനെ കൊടുക്കുന്നു, മുകളിൽ മറ്റൊരു ചുറ്റിക്കെട്ടും. അപ്പൊ അങ്ങനെ ഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതും നായുമായിട്ടൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത് സിമ്പിൾ ന, ഇത് ങ, ഇത് ന. ന എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊരു ചുറ്റിക്കെട്ടും പിന്നെ മുകളിൽ ഒരു ചുറ്റിക്കെട്ടും ഉണ്ട്. ഇതിന് മുകളിൽ മാത്രമേ ചുറ്റിക്കെട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിനേക്കാൾ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അടുത്തതാണ് ഞാ. ഞാ എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞു എന്നുള്ളതിലെ ഞാ. അപ്പൊ ഇതും ഞാൻ എന്നെഴുതുമ്പോൾ നമുക്ക് ഈ ഞാൻ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇഞ്ഞ, അതായത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഡബിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതും വളരെ സിമ്പിളാണ്, നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ് ഒന്നുകൂടെ. പക്ഷെ ഇതിന് മുകളിൽ ഒരു തലയ്ക്കൊരു വ്യത്യാസം കൂടെ കൊടുത്തു, കാരണം ഈ ബാക്കിയുള്ള 3 അക്ഷരങ്ങളുമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണത്. അപ്പൊ ഇതാണ് ഞാ. അപ്പൊ ഇതാണ് വളരെ അടുത്തെന്ന് തോന്നുന്ന 4 അക്ഷരങ്ങൾ. ഇത് തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഈ ആദ്യം ന, പിന്നെ ങ, പിന്നെ ന, പിന്നെ ഞ. അപ്പൊ ഇത് 4 എണ്ണം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തൊരു അക്ഷരമാണ് നമ്മുടെ ട. അപ്പൊ ഈ ട എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനും അതിന് താഴോട്ട് ഒരു വരെയാണ്. ഇതും ടായുടെ ഒരു തിരിച്ചിട്ടിരിക്കുന്ന ഒരു ഫോം പോലെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അടുത്തൊരു അക്ഷരമാണ് ര. അപ്പൊ ഈ ര എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ താഴോട്ട്, പക്ഷെ ഇതിന്റെ വാല് പോകുന്നത് ഇടത്തോട്ടാണ്. നമുക്കറിയാം നൂന്റെ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ വാല് വലത്തോട്ടാണ്. അപ്പൊ ഇതിന്റെ വാല് ഇടത്തോട്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എഴുതുമ്പോൾ. അതുപോലെ തന്നെ ഇതുപോലെ വാല് ഇടത്തോട്ട് പോകുന്നതാണ് നമ്മുടെ എൻഡ് മീമിന്റെയും. പക്ഷെ എൻഡ് മീമിന്റെ ഒരു സ്ട്രെയിറ്റ് വാലാണ്, ഇതിന്റെ ഇടത്തോട്ടൊരു കേർവ്ഡ് വാലാണ്. അപ്പം അങ്ങനെ നമുക്കത് ആ വാല് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇനി വേറെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു അക്ഷരം എന്ന് പറയുന്നത് ലായാണ്. അപ്പൊ ഈ ലാ ഒരു ഇതുപോലെ തന്നെ ലായുടെ ഒരു തിരിച്ചിട്ടിരിക്കുന്ന ഒരു ഫോമാണ്. ഈ ലാ ആദ്യം ഒരു ചുറ്റിക്കെട്ടും പിന്നെ നടുക്കൊരു വള്ളിയും പിന്നെ ഇങ്ങനെ മുകളിലോട്ട് ഒരെണ്ണം കൂടെ പോകുന്നു. ഇതാണ് ലാ. അപ്പൊ ഈ ലാ തന്നെ നമുക്ക് ഇള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോ നമുക്കറിയാം ലാമത് നടുക്ക് വരികയാണെങ്കിൽ ലാ എന്ന് ശബ്ദം കൊടുത്ത് ലാ എന്നും ആക്കാം. അവസാനം കിടക്കുകയാണെങ്കിൽ അത് ഇല്ലെന്നും വായിക്കാം. അതേ രീതിയിൽ ഈ ലായ്ക്ക് സ്വരം കൊടുത്ത് അതിനെ ലാ എന്നാക്കുക, അല്ലെങ്കിൽ അവസാനം വന്ന് സ്വരം ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ഇൾ എന്ന് നമുക്ക് വായിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ഇല്ലെന്നുള്ള ഈ അക്ഷരം നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഉള്ളത് ഇൻറ്റയാണ്. ഇൻറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ്റെ എന്നുള്ളതിനകത്ത് ഇൻറ്റ. അതിന് നമ്മൾ ചെയ്യുന്നത് നൂനും റേഷും കൂടെ ചേർത്ത് എഴുതുകയാണ്. അപ്പം ഇത് നോക്കുക, ഇവിടെ നൂനും റേഷും കൂടെ ചേർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് റേഷിന്റെ ഇടതുവശത്തോട്ടൊന്നും ചേർക്കാൻ പാടില്ല, ചേർത്ത് എഴുതാൻ പാടില്ല. അക്ഷരങ്ങൾ വരും പക്ഷെ ചേർത്ത് എഴുതാൻ പാടില്ല. അപ്പൊ ഇത് ഇൻറ്റ എന്നുള്ളതാണ്. എന്നിട്ട് പഴയ കാലത്താണെങ്കിൽ ഈ റേഷിനൊരു ഡബിളിങ് കൊടുക്കും. ഇന്നത്തെ രീതിയിലാണെങ്കിൽ അങ്ങനത്തെ ഡബിളിങ് ഇല്ല. ഇന്നും നും റായും കൂടെ എഴുതിയിട്ട് അതിനടിയിൽ 2 കുത്തും കൊടുത്താൽ ഇൻറ്റേ എന്നാകും. പിന്നെ ഉള്ളൊരു അക്ഷരമാണ് ച. ഈ ചായക്ക് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷീൻ തന്നെയാണ്. പക്ഷെ അപ്പോൾ പ്രധാനമായിട്ടൊരു പ്രശ്നം വരും, ഈ ഷായും ചീയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത്. അത് പ്രയോഗത്തിൽ വാക്ക് വായിച്ചറിയാം, പക്ഷെ അത് ഇച്ചിരി എളുപ്പമാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ നമ്മുടെ ഷീൻ്റെ മുകളിൽ ഒരു വര കൊടുക്കുക. അപ്പൊ അങ്ങനെ വര കൊടുത്ത് വരുന്നതെല്ലാം ചായായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടക്ഷരങ്ങളെല്ലാം ഇതുപോലെ എഴുതാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത എന്ന് പറയാം. എന്തായി എന്നുള്ളത് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഇന്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നായും താവൂടെ ചേർത്ത് വേണം ഇന്ത എന്ന് എഴുതാൻ. അപ്പൊ നായും താവൂടെ ചേർത്ത് എഴുതിയിട്ട് എന്താ എന്നുള്ളതിനാണെങ്കിൽ ഈ നാ എഴുതുന്നു, എന്നിട്ട് താവ് എഴുതുന്നു, താവ് കഴിഞ്ഞിട്ട് താവിനൊരു ഷോർട്ട് സ്വരം കൊടുക്കുന്നു. അപ്പൊ എന്താ എന്നുള്ള വരുന്നു. പിന്നെ എന്തോ ഒരു സംശയം, നേരത്തെ അദ്ഹവാസറാസ് എന്ന് പറയുമ്പോൾ വലതുവശത്തെ അക്ഷരമായിട്ട് ചേർക്കരുതെന്നാണോ? ചേർക്കാം, പക്ഷെ ഇടതുവശത്ത് മുട്ടാൻ പാടില്ല, ചേർത്ത് എഴുതാൻ പാടില്ല. അത് പക്ഷെ ദാലത്തൊക്കെ ഇടതുവശത്ത് ചേർക്കാമല്ലോ. അത് തുറന്നാ കിടക്കുന്നതിൽ നമ്മൾ അത് ചേർത്ത് മുട്ടിക്കാൻ പാടില്ല. കർഷോനി എഴുതുമ്പം ചേർക്കാൻ പാടില്ല. കർഷോനിലല്ല, അത് സുറിയാനിയുടെ റൂളാണ്. നമ്മൾ സുറിയാനിയുടെ ആ റൂൾ ഇവിടെ ഫോളോ ചെയ്യുകയാണ്. കാരണം നമ്മൾ എഴുതുന്ന സുറിയാനി ലിപികളാണല്ലോ, അതുകൊണ്ട് നമ്മൾ ആ റൂൾ ഇവിടെയും ഫോളോ ചെയ്യും. ശരി. പിന്നെ ഇവിടെ ഡോക്ടർ ലെഫ്റ്റ് സൈഡില് ഉള്ള അക്ഷരങ്ങൾ കർഷക അക്ഷരങ്ങൾ കാണിക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞായ്ക്ക് 2 എണ്ണം ഉണ്ട്, നായ്ക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ വാട്ട് ആർ ദീസ് 3 or 2 versions that you have on the left side, left column? ഇത് ചിലര് 2 രീതിയിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൂനമ്പാക്കലസിന് എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ.
നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഇതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. നമ്മൾ വളരെ എഴുതുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത്. അതെ, പക്ഷേ അതായിരിക്കും എളുപ്പം. ഒറ്റ വേർഷൻ വെച്ച് നമ്മൾ നോക്കിയാൽ മതി. ഇത് പലരും പല രീതിയിൽ എഴുതുന്ന, പക്ഷേ ഇറ്റ്സ് സെയിം. നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ തമ്മിൽ. കൺസെപ്റ്റ് ഇസ് സെയിം. പല ഓതേഴ്സും എഴുതുമ്പോൾ പല ഓതേഴ്സും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം നമ്മൾ എഴുതുമ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒറ്റ വേർഷനിൽ നമ്മൾ നിന്നാൽ മതി. ശരി. അപ്പം പക്ഷേ മാനുസ്ക്രിപ്റ്റിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ലാന്ന് തന്നെ വേണം വായിക്കാൻ. ഇങ്ങനെ കണ്ടാലും ലാന്ന് തന്നെ വായിക്കണം. മനസ്സിലായി. അപ്പൊ പിന്നെ അത് രായ്ക്ക് ഇങ്ങനത്തെ ഫോംസ് ഉണ്ട്. ഇങ്ങനെ താഴോട്ട് ഇടതോട്ടൊരു വാല് കിടക്കുന്ന ഒരു അക്ഷരം കണ്ടാൽ രാ തന്നെയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം അങ്ങനെ ഇടത്തോട്ട് വേറെ വാൽ ആർക്കും ഇല്ല. പിന്നെ മീമിന് മാത്രമേ ഉള്ളത്. മീമിന്റെ സ്ട്രെയിറ്റ് വാലാണ്. അപ്പൊ ഇങ്ങനെ കേർവ്ഡ് വാലായിട്ട് വരികയാണെങ്കിൽ അത് രായാന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇൻഡായും ഇണ്ടായും അതെല്ലാം നമ്മൾ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിപ്പോ ഞായും ചായും കൂടെയാണ്. അപ്പൊ ഈ ഞായാണ് അതിൻ്റെ കൂടെ ഷീനൂടെ ചേർക്കണം. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞായും ചായും. അപ്പൊ ഇഞ്ചാന്തായി. ഇനി നിശ്ചയം എന്നാണ് എഴുതണമെങ്കിൽ നമ്മൾ ഷീനും പിന്നെ ചായയുടെ ചേർക്കണം. അപ്പോൾ 2 ഷീനാണ് ചേർക്കേണ്ടത്. അവിടെയൊക്കെയാണ് വലിയ കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഷീൻ അങ്ങനെ തന്നെയും രണ്ടാമത്തെ ഷീനിന് മുകളിലൊരു വരയും കൊടുക്കാമെങ്കിൽ നമുക്കത് നിശ്ച എന്നാക്കാം. അതുപോലെയാണ് ഇണ്ട എന്ന് പറഞ്ഞാൽ നയും ടായും കൂടാണ്. അപ്പൊ അതാണ് നാ ആദ്യം എഴുതി, എന്നിട്ട് അതിൻ്റെ കൂടെ താഴോട്ടുള്ള ഒരു വള്ളിയും കൂടെ കൊടുത്തതിന് ടായുടെ ചേർത്ത് എഴുതി. അപ്പൊ അത് ഇണ്ടാന്നായി. അപ്പൊ ഇങ്ങനത്തുള്ള ഈ അക്ഷരങ്ങളൊക്കെ തന്നെ അവസാനം വരികയാണെങ്കിൽ ഇതിന് സ്വരം കൊടുക്കാതിരിക്കാമെങ്കിൽ ഇണ്ട് എന്ന് നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ കാപ്പിന് ഡബിൾ ചെയ്തിട്ട് നമ്മൾ സ്വരം ഒന്നും കൊടുക്കാതെ വെക്കുകയാണെങ്കിൽ അവർക്ക് ക എന്ന് വായിക്കാം. അപ്പൊ ഇതിന് ഈ അക്ഷരങ്ങൾക്കെല്ലാം നമുക്ക് അങ്ങനെ സ്വരം കൊടുക്കാതെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ആ ചന്ദ്രക്കല കൊടുത്ത് വായിക്കുന്ന രീതി സുറിയാനിയിലില്ല, പക്ഷെ കർഷോനിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവസാനത്തെ അക്ഷരത്തിന് സ്വരം കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു ചോദ്യം, നാന്ന് പറഞ്ഞിപ്പം നമ്മൾ എന്നുള്ളതിന്റെ നായ്ക്ക് എന്തിനാ വേറെ അപ്പൊ അത് നൂനുകൊണ്ട് നമ്മൾ എഴുതുകാനെ നമ്മൾ എന്നല്ലേ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ നായും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിലാണ് ആ നാ എന്നുള്ളത് വരുന്നത്, നായയുടെ നാ. അപ്പൊ നന്നായി എന്നുണ്ടെങ്കിൽ ആദ്യത്തേത് നായും രണ്ടാമത്തേത് ഡബിൾ ചെയ്ത നായുമാണ്. അപ്പൊ നന്നായി എന്ന് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ നാ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ നൂന് എന്നുള്ള ശബ്ദമേ ഉള്ളൂ. അപ്പൊ എന്നത് എന്നുള്ള ചോദ്യമാണെങ്കിൽ അതിന് നൂൻ ഡബിൾ ചെയ്ത് ഉപയോഗിക്കണം. പക്ഷെ എന്നായി എന്നാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് നാ തന്നെ ഡബിൾ ചെയ്ത് ഉപയോഗിക്കണം. അപ്പൊ ഈ നായും തമ്മിലുള്ള ഡിഫറൻസ് മലയാളം സംസാരിക്കുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ പുതുതായിട്ട് മലയാളം പഠിക്കുന്നവർക്ക് എപ്പോഴും ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണിത്. കാരണം ഈ നാ കൊണ്ട് സാധാരണഗതിയിൽ നമ്മളൊരു വാക്കൊരിക്കലും തുടങ്ങില്ല മലയാളത്തിൽ. 2 നാ അടുപ്പിച്ച് എഴുതിയിരിക്കുന്ന കണ്ടാൽ ആദ്യത്തേത് നായും രണ്ടാമത്തേത് നായും ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നാനാവിധം എന്ന് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ നാനാ എന്ന് നമ്മൾ വായിക്കുന്നത്, അല്ല നാന എന്ന് നമ്മൾ വായിക്കില്ല. അപ്പൊ മലയാളത്തില് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെയാണ് അക്ഷരങ്ങൾ. പിന്നെ ഇപ്പൊ ഈ കാണുന്ന ഈ ഷായും ഈ ളായും ഒക്കെ അല്ല ഴായും ഒക്കെ നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മലയാളം ലിപി ഴ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഴ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരാം. അപ്പൊ പുതിയ രീതി അനുസരിച്ച് നമ്മൾ ഈ ഴായും ഷായും ഇത് രണ്ടും നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇതെല്ലാം നമ്മൾ എഴുതുമ്പം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ എഴുതേണ്ടത്? അതെല്ലാം അതുപോലെ തന്നെ സുറിയാനിയുടെ ആ റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് എഴുതും. എന്നിട്ട് സുറിയാനി വവൽസും അതുപോലെ തന്നെ ഫോളോ ചെയ്യും. സുറിയാനി വവൽസിന്റെ റൂള്, പിന്നെ അത് ഹവാസ് സറാസ് എന്നുള്ള ആ റൂള്, പിന്നെ എൻ ഫോംസിന്റെ റൂള്, കാപ്പിന്റെയും മീമിന്റെയും നൂന്റെ റൂള്, ആ റൂൾസ് എല്ലാം നമ്മൾ സുറിയാനിയുടെ റൂൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മലയാളത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡബിളിംഗ് ഉള്ളത്. ഡബിളിങ്ങിന് അടിയിൽ വരയിട്ട് കൊടുക്കും. ച എന്നുള്ള അക്ഷരത്തിന് വേണ്ടി ഷീനെ നമുക്ക് ചായാക്കാൻ വേണ്ടി നമ്മൾ ഷീന്റെ മുകളിൽ ഒരു വരയിട്ട് കൊടുക്കും. പിന്നെ മിക്കവാറും എല്ലാ മലയാള അക്ഷരങ്ങൾക്കും നമുക്ക് ഇക്വലന്റ് ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക ഗ ഖ ങ എന്നാണ്. അതിനകത്ത് ക കഴിഞ്ഞാൽ പിന്നെ ഗായ്ക്ക് ഗാമലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നുള്ള മേഘത്തിന്റെ ഖായ്ക്കും നഖത്തിന്റെ ഖായ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഖോപ്പുണ്ടെന്ന് പറയാം. അപ്പൊ അതിനില്ല. അപ്പൊ മേഘത്തിന്റെ ഖായ്ക്കില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത്
നമ്മൾ കാപ്പ് തന്നെ ഉപയോഗിക്കും. അപ്പം നമുക്ക് ആ വാക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും മലയാളത്തിലെ ഖായാണെന്നുള്ളത്. പിന്നെ അതുപോലെ ഇപ്പം കഥ കഥ എന്നുള്ള വാക്കിന് ആ ധ എന്ന് പറയുന്നത് നമ്മുടെ തേസ് ആണ് അതിൻ്റെ ഈക്വലന്റ്. അത് വരുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഭാരതത്തിന്റെ അത് നമുക്ക് പലയിടത്തും വരുന്ന ഒരു ലെറ്ററാണ്. അതും നമ്മൾ ഇപ്പം ആ രീതിയിൽ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് ഇതൊന്നുകൂടെ ഇപ്പോഴത്തെ ആ ശരണ്യ ചന്ദ്രന്റെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന തീസിസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒന്നുകൂടെ ക്ലിയർ ആണത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇത് നമ്മുടെ ഈ ഇത് നായാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വള്ളിക്കെട്ട് അവിടെ മുകളിൽ ഒരു ചുറ്റൂടെ വരുന്നു. ഈ എന്നുള്ളതിനാകുമ്പോൾ അതിന് ഒരു ചുറ്റിക്കെട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് എന്ന് പറയുന്നതിന് ഇങ്ങനെ മുകളിലൊരു ചുറ്റിക്കെട്ട് വലിയൊരു തല പോലെ ഉണ്ട്. അപ്പൊ ഈ 4 തമ്മിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ എന്ന് പറയുന്ന അക്ഷരവും നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജ, ഷ, ഴ, ഭ ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ ധനം എന്ന് പറയുന്നതിൻ്റെ ധായുണ്ട്. അതും നമുക്ക് ആവശ്യം വരുന്നിടത്ത് അത് നമുക്ക് റിക്രൂട്ട് ചെയ്ത് ഇതിലേക്ക് കയറ്റാവുന്നതാണ്. അല്ല, അപ്പൊ നമ്മൾ പിന്നെ ഈ റിക്രൂട്ട് ചെയ്ത ലെറ്റേഴ്സ് എഴുതുമ്പം ഇതൊന്നും റൈറ്റ് സൈഡിലെ ലെറ്ററിനെ ടച്ച് ചെയ്യത്തില്ലല്ലോ അല്ലേ? പറ്റിയിട്ട്, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതുന്ന പോലെ തന്നെ നമ്മൾ എഴുതും അതിന്. അപ്പൊ ഈ ജ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. എന്നിട്ട് ജായ്ക്ക് നമ്മൾ സ്വരം കൊടുക്കും. മുകളിലും ആരത്ത് കൊടുത്ത് ഷോർട്ട് കൊടുത്ത് ഏത് സ്വരം ഏതാ വേണ്ടെന്ന് വെച്ചാൽ ആ സ്വരം കൊടുക്കും. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഭായാണ്. ഇത് സുറിയാനിക്ക് വേണ്ടി കർഷകന് വേണ്ടി മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ചിലത്തിൽ അത് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ എഴുതാം. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇടത്തോട്ടുള്ള ടെയിൽ. ഇത് ഇതാണ് ലായുടെ ഫോം. ജി എഴുതിയിട്ട് ജാടെ ലെഫ്റ്റ് സൈഡിൽ യോതും താഴെ കുത്തു വരയ്ക്കും കൊടുക്കുന്ന അല്ലേ? ജി എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ജ എഴുതിയിട്ട് യോ എഴുതി കുത്തിടുക. അപ്പൊ ജി ആയി. വളരെ എളുപ്പം. ഇതിന്റെ തന്നെ വേറെ ഈ നടുക്കും ഇതും നമുക്ക് നോക്കിയാൽ അറിയാം. സാധാരണ സുറിയാനി പോലെ ഫോംസ് ഒന്നും അങ്ങനെ മാറുന്നില്ല. നമ്മൾ ശരിക്കും ഇതിന്റെ ഏത് അക്ഷരമായിട്ട് ചേർക്കും എന്നുള്ള റൂള് മാത്രം നോക്കിയാൽ മതി. ഇതിനകത്ത് അത്ര വലിയൊരു വ്യത്യാസമൊന്നും പറയാനായിട്ടില്ല. മിഡിൽ ഫോമും എൻ ഫോമും ഒന്നും തമ്മിൽ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് ഏറ്റവും ഈ താഴെ കാണിക്കുന്നത് ഇത് ഴായാണ്. മഴയുടെ ഴ. ഇതാണ് ഴ. ഇത് അതിന്റെ താഴെയുള്ളത് ഇത് ഷായുടെ ഈക്വലന്റ് ആണ്. ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ഷാ അങ്ങനെ തന്നെ ഷായായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോ പക്ഷേ പഴയ ലിപികളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് വാക്കുകൾ കണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ നമുക്ക് മലയാളം വാക്ക് കന്യാസ്ത്രീ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാപ്പ് വേണം. ഇത് നായാണ് ഇവിടെ ഉള്ളത്. കന്യാസ്ത്രീ അല്ലെന്ന് നമുക്കറിയാം, കന്യാസ്ത്രീയാണ്. അപ്പം നൂൻ വേണം. അപ്പൊ നൂൻ കഴിഞ്ഞിട്ട് മലയാളത്തിലെ പ്രയോഗമാണ് ഇന്യ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ സ്വരം വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നൂൻ കഴിഞ്ഞിട്ട് ഒരു യായാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം കാപ്പിന് ആ സ്വരം കൊടുത്ത് കായാക്കി നാ പഴയ കൺസെപ്റ്റ് അനുസരിച്ച് ഡബിൾ ചെയ്യും. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് യോത് കൊടുത്തിട്ട് ഇൻഫാക്ട് യോതിന് ഒരു എന്നുള്ള സ്വരം നമ്മൾ അവിടെ കൊടുത്തു. ഡബിൾ കൊടുത്തിട്ട് എന്നാക്കി, കന്യാന്നാക്കി. പിന്നെ മലയാളത്തിൽ നമുക്ക് ഒരു സായേ ഉള്ളൂ. അതേസമയം സുറിയാനിയിൽ സയ്ക്ക് ഇക്വലന്റ് ആയിട്ട് 3-4 അക്ഷരങ്ങളുണ്ട്. സൈൻ ഉണ്ട്, സെമക്കസ് ഉണ്ട്, സാധയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആ അക്ഷരങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് മലയാളത്തിൽ സെമക്കസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സുവിശേഷം എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സായാണ്. സുഖം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ സായാണ് ഉപയോഗിക്കുന്നത്. അപ്പം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെമക്കസ് ആണ്. അൺലെസ് നമ്മൾ സുറിയാനി പ്രോപ്പർ നൗൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർ നൗൺസിന്റെ സ്പെല്ലിങ് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലായിടത്തും എവിടൊക്കെ സാ വരുന്നു മലയാളത്തിൽ നമ്മൾ ഈ സെമക്കസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ എന്നുള്ള സൗണ്ട് വരുമ്പോൾ ഞാനത് പറഞ്ഞോളാം. ബേസിന് കുത്തുകൊടുത്താണ് നമ്മൾ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത്. സുറിയാനിയിൽ നമുക്കറിയാം എന്നുള്ളത് ബേസിന് കുത്തുകൊടുത്ത് സോഫ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വാവ് എടുത്ത് വെക്കാം. പക്ഷെ നമ്മൾ
കർഷോനിൽ ബേസിനെ സോഫ്റ്റ് ആക്കിയാണ് എല്ലായിടത്തും വ എന്നുള്ള സ്വരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് കന്യാസ്ത്രീ. അപ്പൊ സ്ത്രീ നിതണമെന്നുണ്ടെങ്കിൽ സെമക്കസ് വേണം, പിന്നെ താവ് വേണം, പിന്നെ റേശും വേണം. സ്ത്രീ എന്നാണല്ലോ, സ ത റ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അനാലിസിസ് പോകുന്നത്. അതുകൊണ്ട് സ ത റ എന്ന് എഴുതിയിട്ട് നമ്മളൊരു യോധൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനെ സ്ത്രീ എന്ന് വായിക്കാം. ഇത് കന്യാസ്ത്രീ എന്ന് വായിക്കാം. അപ്പൊ ഈ നൂനിന് ശേഷം അടിയിലൊരു വര, പിന്നെ നീ, അത് കഴിഞ്ഞിട്ട് അല്ല, ഇത് നമുക്ക് ഈ ഡബിളിങ് ഇന്നിപ്പം നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഈ ഡബിളിങ്ങിന്റെ ആവശ്യമില്ല. കന്യാസ്ത്രീക്ക് ശരിക്കും അവിടെ നായ്ക്ക് ഒരു ഡബിളിങ് ഇല്ല. ഇത് പഴയ മലയാളത്തിലാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ മലയാളത്തിൽ നായ്ക്ക് ഡബിളിങ് ഇല്ല. അവിടെ നായും യായോട് ചേർത്ത് കഴിഞ്ഞ് ഡബിളിങ് ഇല്ലാതാണ് അത് പോകുന്നത് ഇപ്പോഴത്തെ മലയാളം എഴുതുമ്പോൾ. അത് കഴിഞ്ഞ് 2 യോധുണ്ട്, ഒന്ന് ഈ സൗണ്ട് വരാനും ഒന്ന് യാ സൗണ്ട് വരാനും, അല്ലേ? അല്ല, ഇത് പക്ഷേ ഇത് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. ഇത് കന്യ എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് അതുപോലെ ശരിക്കും പറഞ്ഞാല് സ്ത്രീ എന്നുള്ളതിന് സെമക്കസിനും താവിനും സൗണ്ട് ഇല്ല നമ്മൾ. എന്നിട്ട് അവസാനത്തെ റേഷനാണ് നമ്മൾ സൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ എഴുതുകയാണെങ്കിലും നമ്മൾ സായും തായും എഴുതിയിട്ട് പിന്നെ ത്രാന്നാക്കിയിട്ടാണ് പിന്നെ നമ്മൾ വള്ളി ഇടുന്നത്. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെ. ഫോർത്ത് കോളം എന്തുവാ? ഇത് ഒറിജിനൽ സുറിയാനിയാണ്. കന്യാസ്ത്രീ എന്നുള്ളതിന്റെ സുറിയാനി വാക്കാണ്. അപ്പം അങ്ങനെ. ഇനി ഇത് അടുത്ത ഒരു എക്സാമ്പിൾ, പരുഷ. അപ്പൊ ഇത് പേ എഴുതുന്നു, പേയ്ക്ക് ആ സൗണ്ട് കൊടുക്കുന്നു. ര എന്നുള്ള അക്ഷരം നമുക്കറിയാം, അതിന് ഊ ആക്കുന്നു, പിന്നെ ഷ. അപ്പൊ ഇവിടെ വരുമ്പോൾ പേക്ക് ആ കൊടുത്തു. ഇത് രായാണെന്ന് ഞാൻ പറഞ്ഞു, ഇടത്തോട്ടുള്ള വള്ളി അത് ജൂന്നാക്കി. പിന്നെ ഷായാണ്. ഇത് പഴയ കൺസെപ്റ്റാണ്. ഇപ്പോഴത്തെ കൺസെപ്റ്റ് നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സാധാരണ മലയാളം ഷാ തന്നെ എഴുതിയിട്ട് മുകളിലും താഴെ ഒരു കുത്തു കൊടുത്താൽ അത് പരുഷ എന്നായി. ഇനി നടുവ് നാ. അപ്പൊ നാ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഈ നായെ എടുത്ത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സാധാരണയുള്ള ഒരു ഓപ്പൺ 3. എന്നിട്ട് 2 ആണ് വേണ്ടത്. അപ്പൊ ടാ നമുക്കറിയാം, താഴോട്ടൊരു വളവുള്ള അക്ഷരമാണ് 2. എന്നിട്ട് അതിന്റെ വാലേന്നാണ് ഈ വാവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നടുന്നായി. ഇത് വാ എന്നുള്ള ശബ്ദം വരണമെന്നുണ്ടെങ്കിൽ ബേസ് സോഫ്റ്റ് ആക്കി വെക്കണം. അപ്പൊ ഈ ബേസിന് നമ്മൾ വൗലൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ മലയാളത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വ എന്ന് വേണം വായിക്കാൻ. ഒരു സ്വരം കൊടുത്തിട്ടില്ലെങ്കിൽ ചന്ദ്രക്കല ചേർത്തുള്ള മലയാള അക്ഷരമായിട്ട് വേണം നമ്മൾ വായിക്കാൻ. അപ്പം നടുവ് എന്ന് വായിക്കാം. അത്രയ്ക്ക് സിമ്പിളാണ്. ഇവിടെ നോക്കുക, വാവിന്റെ വലതുവശത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ വാവും ബേസും തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല. വാവിന്റെ ഇപ്പുറത്ത് ബേസ് ഉണ്ടെങ്കിൽ ബേസിനെ ഇങ്ങോട്ട് മുട്ടിച്ചെഴുതാൻ പറ്റില്ല. കാരണം അത് ഹവാ സറാസ് എന്നുള്ള ആ റൂളാണ്. ഓക്കെ. ഇനി മോതിരം. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, മീം വേണം. മീമിൻ്റെ കൂടെ ഓ, പിന്നെ താവ്, രാ നമുക്കുണ്ട്. രം എന്നുള്ളത് വരുമ്പോഴെല്ലാം രായ്ക്ക് അല്ലെങ്കിൽ ആ ഏത് ലെറ്റർ ആണോ അതിന് ഷോർട്ട് ആ കൊടുക്കുന്നു, എന്നിട്ട് എൻഡ് മീമും കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. മീം, അതിൻ്റെ കൂടെ ഓ, മോ ആയി. താവെടുത്തു, താവിന് യോത് ആക്കി, മോദി ആക്കി. ഇത് രായാണ്, താഴോട്ടുള്ള ഇടത്തോട്ടുള്ള ടെയില്. അതിന് ഷോർട്ട് ആ കൊടുത്ത് അതിനെ രാന്നാക്കി, പിന്നെ എൻഡ് മീമും കൊടുത്തു. അപ്പൊ മോതിരം എന്ന് വായിക്കാം. അപ്പൊ അമ്മെന്ന് വരുന്നിടത്തെല്ലാം അതിന്റെ തൊട്ട് മുന്നിലുള്ള അക്ഷരത്തിന് ആ കൊടുത്തിട്ട് ഷോർട്ട് ആ കൊടുത്തിട്ട് ഇപ്പുറത്ത് മീമും എഴുതി കഴിഞ്ഞാൽ അം എന്നുള്ള ശബ്ദമായി. മലയാളത്തിലെ അം പോലെ തന്നെ. അതുകൊണ്ടാണ് ഇമ്പ, ഇമ്പമുള്ള, അനുകമ്പ, അങ്ങനെയൊക്കെയുള്ള ഇമ്പ എന്ന് പറഞ്ഞാൽ അത് മായും പായും കൂടെ ചേരുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് മീം എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഇപ്പുറത്ത് ഇടതുവശത്തോട്ട് പേയും കൂടെ എഴുതും. അപ്പൊ ഇമ്പ എന്നായി. അപ്പൊ എല്ലാ ഈ കൂട്ടക്ഷരങ്ങളും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റായിട്ട് എന്താണ്. അതുപോലെയാണ് ഇങ്ക, എങ്കിൽ. അപ്പോൾ എങ്കിൽ എന്നുള്ളത് ഷോർട്ട് ങ, കായ്ഖ ഗായ്ഖ ങയിലെ ആ ഷോർട്ട് ങായും കാപ്പൂടാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തലയ്ക്ക് വലിയൊരു ക്രൗൺ പോലെയുള്ള അക്ഷരം, അതാണ് ങ, ചെറിയ ങ. അതിൻ്റെ ആ ചെറിയ ങായും അതിൻ്റെ കൂടെ കാപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് ഈ സ്വരം കൂടെ കൊടുത്ത് ഇങ്കി അല്ലെ എങ്കിൽ എന്നുള്ളതാകും. ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ, ഇത് നഗരിയാണ്. അപ്പം നമ്മുടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന നാ, കാപ്പ്, രാ എന്നുള്ള പുതിയ അക്ഷരം, അതിന് യോധ, അതാണ് ഇവിടെ കാണുന്നത്. നഗരിയുടെ നാക്കിയിട്ടുണ്ട്. ഇത് കാപ്പിന് ആ കൊടുത്തിട്ടുണ്ട്. ഇത് രാ, ഇത് പിന്നെ ഈ യോധ് കറക്റ്റായിട്ടല്ല എഴുതിയിരിക്കുന്നത്. പോട്ടെ, സാരമില്ല. പിന്നെ മക്കൾ. അപ്പൊ ഇവിടെ മാ എന്നുള്ളത് മീം നമുക്കറിയാം. ഇത് കാപ്പിന് ഡബിൾ ചെയ്തു. ശരിക്കും ഇവിടെ കാപ്പിന് ശരിക്കും ആവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ മക്കൾ. ഇത്
ള ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന് സ്വരമില്ലാത്തതുകൊണ്ട് ഇള്ളെന്ന് നമ്മൾ വായിക്കും, മക്കൾ. ഇത് ചില വലിയ വാക്കാണ് ബോധജ്ഞാനം. ഇപ്പോഴത്തെ രീതിയിൽ ബോധജ്ഞാനം എന്ന് പറയുന്നതാണ്. അപ്പം ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പം ബോധജ്ഞാനം എന്നാണ്. അപ്പം ഓ കൊടുത്തപ്പോൾ പോന്നായി, പിന്നെ തേ എന്നാണ്. അപ്പം താവിന് അടി 2 കുത്തായപ്പോൾ ആയി. പിന്നെ ജ്ഞാനം എന്നാണ്. ശരിക്കും ഇവിടെ കറക്റ്റായിട്ടല്ല ഇത് എഴുതിയിരിക്കുന്നത്. ജ്ഞാനത്തിന് ജാ ആദ്യം എഴുതിയിട്ട് എന്നിട്ട് വേണം ഈ ലെറ്റർ എഴുതാൻ. അങ്ങനെയാണ്. ഇതിപ്പം ബോധ ജ്ഞാനം എന്നേ ഉള്ളൂ. ജ്ഞാനം എന്ന് വായിക്കാൻ പറ്റില്ല, ജാ അവിടെ വന്നിട്ടില്ല. ശരിക്കും ഇവിടെ ജായോടെ ചേർത്തിട്ട് വേണം ഈ ഞാ എഴുതാൻ. എന്നിട്ട് ബോധജ്ഞ എന്ന് പറഞ്ഞ നീട്ടി ലോങ് എ കൊടുക്കുക, എന്നിട്ട് നൂന് ആ കൊടുക്കുക, ബോധജ്ഞാനം. ഈ മക്കൾ എന്നുള്ള വാക്കിന്റെ അവസാനത്തെ ഒരൊറ്റ സിംഗിൾ ലായ അല്ലേ? സിംഗിൾ ലെറ്റർ ആണ്. അത് ഇച്ചിരി നീട്ടി എഴുതിയിരിക്കുന്നതാണ്. സിംഗിൾ ലെറ്റർ ഇത് ലാ തന്നെയാണ്. ലാ നീട്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഫോംസിലൊക്കെ ചെറിയ വ്യത്യാസം വരും. പക്ഷെ ഇതിപ്പോ നമുക്ക് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകുക ഇള്ളെന്നാണ്. മക്ക എന്നുള്ളവരെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇത് ഇള്ളാണ് ഈ ഫോം. ചിലപ്പോൾ ഇവർ നീട്ടി എഴുതുന്നു. ഇത്രയും നീട്ടി എഴുതാതെ ചുരുക്കി എഴുതുന്നവരുണ്ട്. ഇതിന്റെ ഈ വിട്ട് ഒത്തിരി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇത് റീഡ് ചെയ്യുന്നത് പ്രാക്ടീസ്. യെസ്. നമുക്ക് പിന്നെ മലയാളം വായിക്കുന്ന പോലെ നമ്മൾ വായിച്ച് മലയാളത്തിലെ നമ്മൾ അസ്യൂം ചെയ്ത് വേണം വായിച്ചു പോകാൻ. ഈ പഴയ മാനുസ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇനിയും മോഡേൺ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് സ്വരങ്ങളും ഡബിളിങ്ങും എല്ലാം കൃത്യമായ റൂൾസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പഴയ മാനുസ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുപോലെയാണ് ഇവിടെ വെള്ളം. ഈ വാ എന്നുള്ളത് ഞാൻ പറഞ്ഞു ബേസാണ്. ബേസിന് വേണ്ടി 2 കുത്തിട്ടിട്ട് വേന്നാക്കി. പിന്നെ ഇതുകൊണ്ട് ഇത്രയും വരെ ലായാണ്. എൻറ്റയർ തിങ് ഈസ് ലാ. അപ്പോൾ അതിന് മുകളിലും താഴെ ഒരു ആ സ്വരം കൊടുത്തു, അത് ഡബിൾ ചെയ്യുകയും ചെയ്തു. 2 ലാ ഉണ്ടല്ലോ. അപ്പം വെള്ളാന്നായി. എന്നിട്ട് എൻഡ് മീമും കൊടുത്തു, അപ്പോൾ വെള്ളം എന്നായി. എന്നുള്ള സൗണ്ടിനെല്ലാം മുന്നേ അതിന് വലതുവശത്ത് വരുന്ന ലെറ്ററിന് ആ കൊടുക്കുന്നു, പിന്നെ ഇപ്പുറത്ത് എൻഡ് മീമും കൊടുക്കുന്നു. അപ്പോൾ എളുപ്പമായി. ഇനി ഇത് തണുപ്പ്. തണുപ്പെന്ന് പറയുമ്പം താവ് ആദ്യം വന്നു, താ ആ കൊടുത്തിട്ട് ഷോർട്ട് ആ കൊടുത്ത് താന്നാക്കി. പിന്നെ നായാണ്. നാ നമുക്കറിയാം, ആദ്യം താഴെ നിന്ന് ഇങ്ങനെ വന്ന് അകത്തൊരു ചുറ്റ, പിന്നെ മുകളിലൊരു ചുറ്റ, അതാണ് ന. അതിനെ ഊ കൊടുത്ത് തണുന്നാക്കി. പിന്നെ തണുപ്പ്, അതിന് എടുത്തിട്ട് അതിന് ഡബിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്വരവും കൊടുക്കാതെ വെച്ചു. അപ്പം മലയാളത്തിൽ അത് ചന്ദ്രക്കല ചേർത്ത് വായിക്കണം. അപ്പം നമ്മൾ തണുപ്പ് എന്ന് വായിക്കും. തണുപ്പ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്വരവും കൊടുക്കാതെ അവസാനം ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മലയാളത്തിൽ എന്നാണ് വായിക്കുന്നത്. പിന്നെ പെരുപ്പം. പേ വരുന്നു, ര നമുക്ക് ഇങ്ങോട്ടുള്ള അക്ഷരം, അത് ഊന്നാക്കുന്നു, പേരു ആയി. ഇതിന് ഷോർട്ട് എ ആണ് കൊടുത്തിരിക്കുന്നത്, പെരുപ്പത്തിന്റെ പേ. പിന്നെ പം, അപ്പം അതിന് ഡബിൾ ചെയ്യണം, എന്നിട്ട് അതിന് ആ സൗണ്ടും കൊടുത്തു, എൻഡ് മീം. അപ്പം പെരുപ്പം എന്നായി. ഇനിയും ആടുമാടുകൾ. ഇവിടെ മാഞ്ഞു പോയോണ്ടാണ്, ഇത് ആലപ്പാണ്. ആലപ്പിന് ലോങ് ആ കൊടുത്തിട്ടുണ്ട്, അപ്പം ആയി ആഡു. അപ്പം ഇത് ടാ താഴോട്ട് എഴുതി, അതിനോട് ചേർത്ത് ഊ കൊടുത്ത് ആഡു എന്നായി. പിന്നെ അടുത്ത മാടുകൾ എന്നുള്ളതിന് മീം ലോങ് ആ കൊടുത്തു, ടു മാഡു കൾ. ഇത് ശരിക്കും കാപ്പിന് നമ്മൾ സൗണ്ട് കൊടുക്കണം, ആ ഷോർട്ട് ആ കൊടുക്കണം. ഇത്രയും ഭാഗം ലായാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ ലായാണ്. അപ്പോൾ അത് വവലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആടുമാടുകള എന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല, ആടുമാടുകൾ എന്ന് വായിക്കണം. അതുപോലെ ഇത് മാനുഷ്യൻ. ഇപ്പോഴത്തെ മനുഷ്യൻ എന്നുള്ളതിൻ്റെ പഴയ ഫോം. അപ്പോൾ ആ മാനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ മീമിന് ലോങ് ആ കൊടുക്കുന്നു, നൂൻ എടുക്കുന്നു, നൂന്ന് കൊടുക്കുന്നു. ഇത് അന്നത്തെ കോംപ്ലിക്കേറ്റഡ് ഷായാണ്, നമുക്കിപ്പോൾ സാധാരണ ഷാ ഉപയോഗിക്കാം. എന്നിട്ട് എൻഡ് നൂൻ. ഈ നൂൻ ഇതുമായിട്ട് ചേരുന്നില്ല, അതുകൊണ്ട് ചേരാത്ത നൂനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മലയാള അക്ഷരമായിട്ട് ചേരില്ലല്ലോ, അതുകൊണ്ട് ചേരാത്ത നൂൻ അവിടെ എഴുതിയിരിക്കുന്നു. പള്ളി വളരെ സിമ്പിളാണ്. എഴുതുന്നു, പേയ്ക്ക് ആ കൊടുത്ത് പാ എന്നാക്കുന്നു. എൻറ്റയർ തിങ് ഇവിടം വരെ ലായാണ്, നീട്ടി എഴുതിയിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഡബിൾ ചെയ്യുന്നു, ഇള്ളി എന്നാക്കുന്നു. പിന്നെ യോത്, പള്ളി. വളരെ എളുപ്പം. പിന്നെ കർഷകനിൽ എഴുതുമ്പോൾ ഈ എന്ന് എഴുതുന്നത് നമ്മളെല്ലാം ആലപ്പിന് യോത് കൊടുത്താണ് ഈ എന്ന് എഴുതുന്നത്. അപ്പം അങ്ങനെയാണ് ഈ എന്ന് എഴുതുന്നത്. എന്ന് എഴുതുന്നതാണ് എന്ത് എന്നുള്ളതിന് എ എന്ന് പറഞ്ഞാൽ ആലപ്പിനടിയിൽ ഷോർട്ട് എ കൊടുത്തിട്ടാണ് എ എന്നാക്കും. അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതണമെങ്കിൽ ഒഴിവാക്കുക.
അതിൻ്റെ ഓ എഴുതണമെന്നുണ്ടെങ്കിൽ ആലപ്പിൻ്റെ കൂടെ വാവ് ചേർത്ത് ഓ സൗണ്ട് കൊടുത്ത് അതിനെ ഓ എന്നാക്കും. അപ്പൊ ഈ ഓ എ എല്ലാം ആലപ്പിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്, മലയാളത്തിന്റെ ഇക്വലന്റ്. അപ്പൊ അതാണ് ഇവിടെ കാണുന്ന ഈ വണ്ണം. അപ്പൊ ഈ എഴുതി ഈയുടെ ഇക്വലന്റ് ആയി, ബേസിനെ സോഫ്റ്റ് ആക്കി അതിനെ വാന്നാക്കി. ഇത് നമ്മുടെ നാ തന്നെയാണ്. നം എന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നാ ഡബിൾ ചെയ്യണം, എന്നിട്ട് നായ്ക്ക് ഒരു ആ സൗണ്ട് കൊടുക്കണം, എന്നിട്ട് എൻറ്റ് മീമും ചേർത്ത് കഴിഞ്ഞാൽ ഈ വണ്ണം നായി. പിന്നെ ഇനിയും ഏതാ പറയാനുള്ളതായിട്ട്? എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്യുമെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ ഇത് നോക്കുമ്പോൾ അറിയാം. ഏവൻ എന്നാണെങ്കിൽ ലോങ് എ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബേസ് ഇത്. എന്നിട്ട് നൂന് ശബ്ദമില്ലാതെ കൊടുക്കണം. അപ്പൊ നൂന് ശബ്ദമില്ലാതെ കൊടുക്കുമ്പോൾ എൻഡ് നൂനാണ് വരുന്നത്. ബേസിന് മറ്റേ റൂളിനകത്ത് വരുന്നതല്ല, അതുകൊണ്ട് നൂന് ചേർക്കാം. ജോയിൻ ചെയ്യുന്ന നൂനാണ്, എൻഡ് നൂനാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഏവൻ എന്ന് വായിക്കാം. ഈ നൂന് നമ്മൾ സ്വരം കൊടുക്കാത്തതുകൊണ്ട് ഇൻ എന്ന് വേണം നമ്മൾ വായിക്കാൻ. അതേസമയം ഇത് നമ്മൾ എന്താ പറയുന്നത്, സാധാരണ നൂനാണ് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അവന് എന്ന് വായിക്കാം. കാരണം ആ നൂനിന് ഒരു സൗണ്ട് ഉണ്ട്, ഒരു ചന്ദ്രക്കല ഉണ്ടല്ലോ. ആ വ്യത്യാസം മനസ്സിലായോ? ഈ നൂൻ എഴുതുമ്പോൾ അവന് എന്നെഴുതണമെങ്കിൽ അവൻ എന്നെഴുതണമെങ്കിൽ രണ്ടിടത്തും നമ്മൾ നൂനാണ് ഉപയോഗിക്കുന്നത്. അവന് എന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡിൽ നൂൻ എടുത്ത് നമ്മൾ ഇടുക, അല്ലെങ്കിൽ അവനെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് പുതിയ കർസോണി നൂൻ ഇടണം അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ നൂൻ അവൻ അല്ലെങ്കിൽ അവന് എന്നുള്ള ആ സൗണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നൂൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, നായാണല്ലോ അവിടെ വരുന്നത്. അവൻ, അവന് അല്ലെങ്കിൽ അവനെ. അവനെ എന്നാകുമ്പോൾ നമ്മൾ എൻഡ് നൂൻ അല്ല ഉപയോഗിക്കേണ്ടത്, സാധാരണ നൂൻ ഉപയോഗിച്ചിട്ട് അതിന് രണ്ട് സൗണ്ട് അടി കൊടുക്കണം. ഇനിയും അവന് അവൻ തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? എൻഡ് നൂൻ ഇട്ടാൽ അവൻ എന്ന് വായിക്കണം. അതേസമയം സാധാരണ നൂനാണ് അവിടെ അവസാനം ഇടുന്നതെങ്കിൽ അവിടെ ഒരു ചന്ദ്രക്കല ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അവന് എന്ന് വായിക്കണം. അതാണ് അതിന്റെ ഒരു സട്ടിൽ ഡിഫറൻസ്. അത് എന്താണ് പറയുന്നത്, പ്രയോഗത്തിലുള്ള ഒരു ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ഫസ്റ്റ് സ്ലൈഡിലെ ഒരു നായ്ക്ക് പകരം വേറൊരു കർസോണി നായ ഉണ്ടല്ലോ, നമ്മുടെ മലയാളത്തിലെ നായും നൂനും തമ്മിലുള്ള ഡിഫറൻസ്. അത് നായല്ല, നായാണ്. നാ നൂന്റെ നായാണ് നമുക്ക് നാ എന്ന് പറയുന്നത്. നൂനാണ് നമുക്ക് സുറിയാനിയിലുള്ളത്, അത് തന്നെ മലയാളത്തിലുണ്ട് നാ. പക്ഷെ നമുക്ക് മലയാളത്തിൽ ധാരാളമായിട്ടുള്ള ഒരു അക്ഷരമാണ് നാ. അപ്പൊ നായ്ക്ക് വേണ്ടിയാണ് നമ്മൾ പുതിയതുണ്ടാക്കിയത്. അപ്പൊ നായും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താണ് പറയുന്നത്, നേറ്റീവ് സ്പീക്കേഴ്സിന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ രണ്ടും ഒരുപോലാണല്ലോ ഇരിക്കുന്നത് മലയാളത്തിൽ എഴുതുമ്പോൾ. ഇപ്പൊ നാനാവിധം എന്ന് എഴുതിയാൽ രണ്ടും ഒരേ അക്ഷരമാണ്, പക്ഷെ മലയാളി വായിക്കുമ്പോൾ അത് നാനാവിധം. ഓക്കെ, അപ്പൊ നമ്മൾ നിർത്തിയത് ഏവൻ എന്നുള്ളതായിരുന്നു. ഇനി ഏവൾ. അപ്പൊ അതിന് ആലപ്പ് എഴുതിയിട്ട് ലോങ് എ കൊടുക്കുന്നു, അപ്പൊ എ എന്നായി, അതായി കാണുന്നത്. പിന്നെ ബേസ് എഴുതിയിട്ട് അതിന് സ്വരം ഇട്ടിട്ട് അല്ല കുത്തു കൊടുത്ത് അതിനെ സോഫ്റ്റ് ആക്കുന്നു. വള്ളെന്നാണെങ്കിൽ അതിന് മുകളിലും താഴെ ഒരു ആ സൗണ്ട് വേണം. പിന്നെ വേണ്ടത് ളായാണ്. ളാ എൻഡിൽ നമ്മൾ വവലൊന്നും കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഇൾ. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഏവൾ. ഇനി എങ്ങനെ എന്ന് എഴുതുന്നത്. അപ്പൊ ആലപ്പിന് ഷോർട്ട് എ അവിടെ കണ്ടു. നമ്മൾ പറഞ്ഞു നാ പോലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് മുകളിൽ ഒരു വള്ളി കൊടുക്കുമ്പോൾ എന്നായി. അതിനെ അത് ചെറിയ ആണ്, അതിനെ ഡബിൾ ചെയ്യണം. അപ്പൊ അതിന് ഡബിളിങ് കൊടുത്തു. എന്നിട്ട് മുകളിലും താഴെയും ങാ എന്നുള്ള ആ എന്നുള്ള സൗണ്ട്, അപ്പൊ ങാന്നായി. നേ എന്നാണെങ്കിൽ ഇതുകൊണ്ട് നൂൻ കൊടുത്തിട്ടുണ്ട്, നൂന് എ എന്നുള്ള സൗണ്ട് കൂടെ കൊടുക്കണം. എങ്ങനെ, എന്ത്. അപ്പൊ എന്തെന്നുള്ളതിന് ആലപ്പിന് ഷോർട്ട് എ കൊടുത്തപ്പോ എ എന്നായി. ഇത് നായും ഇന്ത എന്ന് പറഞ്ഞാൽ നായും തായും കൂടാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നാ ആദ്യം എഴുതുന്നു, എന്നിട്ട് നായോട് ചേർത്ത് താവ് എഴുതുന്നു. എന്നിട്ട് താവിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ ഇതുപോലെ ഡബിളിങ്ങിന്റെ ആവശ്യമില്ല, ഒരു ഡബിൾ തായ് അവിടെ ഇല്ല, നായും തായും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് എന്ന് എഴുതിയാൽ മതി. അപ്പൊ അതിന് ഈ ഡബിളിങ്ങിന്റെ ആവശ്യമില്ല. ഇതിന് സ്വരം കൊടുക്കാതെ ഈ ഇന്ത എന്നുള്ള എഴുതി കഴിഞ്ഞാൽ മലയാളത്തിൽ അത് ചന്ദ്രക്കല ചേർത്ത് വായിക്കുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ സൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് എന്ന് വായിക്കും. ഇതുപോലെ ഇനി ഏറ്റത്താലെ. അപ്പൊ ഇറ്റ എന്ന് പറഞ്ഞാൽ റായ്ക്ക് നമ്മൾ റേഷാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടൊക്കെ ഈ ഇറ്റ എന്നുള്ള വാക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റേഷിനെ ഡബിൾ ചെയ്യും. വയറ്റിൽ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ
നേരത്തെ ആ പലയിടത്തും ആ രാ വരുന്നിടത്തൊക്കെ രേസ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ആ പിന്നെ അതിന് ആ ആ അപ്പൊ അത് ഇറ്റ എന്നുള്ള വാക്കെല്ലാം റേസിന്റെ ഡബിളിംഗ് ആണ്. ആ. അപ്പൊ നമുക്ക് റാ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, സുറിയാനിയിലും റാ അല്ലേ ഉള്ളൂ, സുറിയാനിയിൽ ര ഇല്ല. ആ. അതെ അതെ. അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ ര എന്ന് പറഞ്ഞ് വായിക്കുമ്പം അങ്ങനെ സുറിയാനിയിൽ അങ്ങനത്തെ ഒരു സൗണ്ടേ ഇല്ല, ര എന്നൊരു സൗണ്ട് ഇല്ല. അപ്പൊ അത് മലയാളത്തിനാണ് ഈ രയും റായും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. ഓഫ്കോഴ്സ് ഹിന്ദിക്കും അതുണ്ടായിരിക്കും. അപ്പൊ നമുക്കാണ് ഈ റാ വലിയ പ്രധാനം, അത് സുറിയാനിയിലുള്ളതുകൊണ്ട് എളുപ്പമാണ്. പക്ഷെ ര നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ര ഡബിൾ ചെയ്യുന്ന വലിയൊരു സ്വഭാവം നമുക്കില്ല, അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അത് റാ ഡബിൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റത്താലെ എ ആലപ്പ് ഡബിൾ, ആലപ്പിനെ ലോങ് എ, പിന്നെ റേഷ് ഡബിൾ ചെയ്ത് അപ്പൊ ഇറ്റാന്നായി. ഇത് താലേ എന്നാണ്. അപ്പം താവ് ഡബിൾ ചെയ്തിട്ട് താവിന് ഡബിൾ ലോങ് എ സൗണ്ട് കൊടുത്തു. പിന്നെ ലേ ഏറ്റത്താലേ, അപ്പൊ അതിന് ലാമത് കൊടുത്തിട്ട് ലാമതിന് എ സൗണ്ട് കൊടുത്തു. ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ അവസാനം ലോങ് ആ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആലപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഇവിടെ പഴയ കൺസെപ്റ്റിൽ സുറിയാനിയിൽ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിന്റെ ആവശ്യം സൗണ്ട് വെച്ചിട്ട് നമുക്ക് വരുന്നില്ല ശരിക്കും. സുറിയാനിയിലാണ് അത് കാണിക്കാനായിട്ട് ആവശ്യം, മലയാളത്തിൽ എഴുതുമ്പോൾ അതിന് വലിയൊരു ആവശ്യം വരുന്നില്ല. പിന്നെ വേറെ കുറച്ച്, ഇപ്പൊ കുറെ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ കോപ്പ്, കോപ്പിന് കോ എന്നാക്കുന്നു, റേസ് കൊടുത്തിട്ട് കുറെ എന്നാക്കും. നേരത്തെ കാണിച്ച പോലെ തന്നെ ഏറ്റം, ആലപ്പ് ലോങ് എ, റേസ് ഡബിൾ ചെയ്യുന്നു, എന്നിട്ട് അതിന് ആ കൊടുക്കുന്നു, പിന്നെ എൻമീൻ, ഇപ്പൊ ഏറ്റം എന്നായി. അതുപോലെ അറിവ്, ആലപ്പ് ഷോട്ട, റേസ് റീ യോത്, പിന്നെ ബേസിന് കുത്തിട്ട് വേന്നാക്കി അറിവ്. ഇനിയും വേറെ ഇതൊക്കെ താക്കോൽ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എല്ലാ അക്ഷരങ്ങളും സുറിയാനിയിലുള്ളതാണ്. താവ്, കാപ്പ്, അതുപോലെ ലമത്. അപ്പൊ താ കോ കാ ഡബിൾ ചെയ്തിട്ടുണ്ട്, കാപ്പ് ഡബിൾ ചെയ്ത് ഓ കൊടുത്ത് താക്കോൽ. പിന്നെ ഇതാണ് ഇമ്പായുടെ ഉപയോഗം വരുന്നത്. തമ്പുരാൻ, താവ് കഴിഞ്ഞിട്ട് നമ്മൾ മീം എഴുതുന്നു, എന്നിട്ട് പ എഴുതുന്നു. പ അവിടെ ഡബിൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ. തമ്പു, അതിന് ഊ കൊടുത്തിട്ട്, ഇത് രായുടെ വള്ളി ഇങ്ങോട്ടാണ് പോകുന്നത്, കണ്ടല്ലോ, രായുടെ വള്ളി ഇങ്ങോട്ട് പോകുന്നു, ആ എന്നുള്ള സൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ചേരാത്ത നൂനാണ്, ചേരാത്ത നൂൻ തിരിച്ചിങ്ങോട്ടും വരുന്നു, അതാണ് തമ്പുരാൻ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുന്നത് തമ്പുരാൻ എന്നുള്ളത്. ഇത് അതുപോലെ തന്നെ എന്റെ തമ്പുരാൻ. അപ്പൊ ആലപ്പിന് ഷോർട്ട് നൂൻ റേഷ്, റേഷിന് അടിയിൽ രണ്ട് കുത്തു കൊടുക്കുമ്പോൾ എൻ്റെ എന്നായി. ഈ ആലപ്പിന്റെ ആവശ്യം ഇപ്പോഴില്ല. പിന്നെ തമ്പുരാൻ തന്നെ, താവ് മീൻ പേ രു, രേ കൊടുത്ത് രു ആക്കുന്നു. അപ്പൊ റേസ് കൊടുത്താൽ എപ്പോഴും ആയിട്ട് വായിക്കണം, ഡബിൾ ആയിട്ട് വായിക്കണം. എന്തോ അല്ല, ഒന്നുകൂടെ പറഞ്ഞു. റേസ് എപ്പം കൊടുത്താലും റാ ആയിട്ട് വായിക്കണം, ഡബിൾ അല്ല, റേഷ് എവിടെ കൊടുത്താലും അത് ഐറ്റായിട്ട് വായിക്കണം. അതെ, കാരണം രായ്ക്ക് നമുക്ക് വേറെ അക്ഷരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്. ദാലത്ത് അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഏത് ദാലത്ത് കർസോണിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. നമുക്ക് ദാലത്ത്, ഇപ്പൊ ദാനം കിട്ടി എന്നുണ്ടെങ്കിൽ അതിന് ദാലസ് തന്നെ ഉപയോഗിക്കാമല്ലോ. അതും റായും തമ്മിൽ ഒരു പ്രശ്നം വരത്തില്ല. നമ്മൾ കുത്തിട്ട് അല്ല, അത് സുറിയാനിലെ പോലെ തന്നെ ദാലസിന് അടി കുത്ത്, റേസിന് മോളി കുത്ത്, രണ്ടും ഒരേ അക്ഷരം തന്നെ. മോളി കുത്തിട്ടാൽ റേസ്, താഴെ കുത്തിട്ടാൽ ദാലസ്, അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത് സുറിയാനിയിൽ. അതേ കൺസെപ്റ്റ് തന്നെ. അങ്ങനെ ദായ്ക്ക് നമുക്ക് വലിയ ഡബിളിങ് വരുന്നില്ല. വരികയാണെങ്കിൽ നമുക്ക് അക്ഷരം വരയിട്ട് ഡബിൾ ചെയ്യാം, നമുക്ക് വലിയ ഡബിളിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ദാലസിന്. ഇദ്ദ എന്നുള്ള വാക്ക് നമുക്ക് വളരെ കുറവാണ്. അതേസമയം ദായും ധായും കൂടെ ഉള്ള വാക്കുകൾ വരും, അത് കൂട്ടക്ഷരമായിട്ട് വരും. അപ്പൊ അത് നമുക്ക് ഈ ദാലസ് എഴുതിയിട്ട് ധനത്തിന്റെ ധായോട് ഇപ്പുറത്ത് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇദ്ധ എന്ന് വായിക്കാം, അതിന് കുഴപ്പമില്ല. ഇതും ബാക്കിയുള്ള ഇതാ ഞാൻ പറഞ്ഞ ഇവൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എൻ നൂനാണ് കൊടുത്തിരിക്കുന്നത്, ബേസിനോട് ചേർത്ത്. അപ്പൊ ഇവൻ എന്ന് വായിക്കുന്നു. അതേസമയം ഇതിനെ സാധാരണ ഒരു നൂൻ ഇപ്പുറത്തിടാങ്ങി എൻ നൂൻ അല്ലാത്ത ഒരു മിഡിൽ നൂൻ എടുത്ത് വിടുകയാണെങ്കിൽ നമ്മളത് ഇവന് എന്ന് വായിക്കണം. അതാണൊരു മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു സട്ടിൽ ഡിഫറൻസ്. ഇത് കണ്ടില്ലേ, ഇത് 4 എന്ന് എഴുതിയിരിക്കുന്നതാണ്. മലയാളത്തിൽ അത് 4 എന്നാണ്. അപ്പൊ സുറിയാനിൽ എഴുതുമ്പോൾ നാ കൊടുത്തിട്ട് ലോങ് ആയും കൊടുത്തിട്ട് ലാമതിന് സ്വരമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത്
ശരിക്കും പറഞ്ഞാൽ ഇത് 4 അല്ലെങ്കിൽ 4 എന്ന് വായിച്ചാലും തെറ്റില്ല, പക്ഷെ മലയാളത്തിൽ 4 എന്ന് വായിക്കില്ലല്ലോ. അതുകൊണ്ട് ആ മലയാളത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ 4 എന്ന് വായിക്കണം. ഇത് എഴുതിയിരിക്കുന്ന അനുസരിച്ച് 4 എന്ന് വായിച്ചാൽ തെറ്റില്ല, പക്ഷെ മലയാളത്തിലായതുകൊണ്ട് അത് 4 എന്ന് വായിക്കണം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പൊ അത് കുറച്ച് കോണ്ടെക്സ്റ്റൂടെ നോക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോ 5, അപ്പൊ അതിന് ആലപ്പെഴുതി ഞായും പിന്നെ ചായുമാണ്. ഞായുടെ ഡബിളിങ്ങിന്റെ ആവശ്യമില്ല. ഇത് ചേർന്ന് ഷീനാണ്. ഷീൻ നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ ഒരു വരയും കൂടെ കൊടുക്കുക, അപ്പൊ അത് ചായ നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് 5 എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ അത് ഷീൻ ചായ ആണെന്ന് അറിയാനായിട്ട് മുകളിലൊരു വര കൊടുക്കാം. പിന്നെ 6, അതിന് എഴുതി റേശ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് 6 എന്നേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ മലയാളത്തിൽ എങ്ങനെ ആ ചോദ്യത്തിലാണ് 6 എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇത് 6 ആണെങ്കിൽ നമ്മൾ 6 എന്ന് വേണം വായിക്കാൻ, ചന്ദ്രക്കല കൊടുത്ത്. അതൊരു കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ 10 എന്നുള്ളതിന് കണ്ടില്ലേ, പായ്ക്ക് ആയും കൊടുത്തിട്ട് താവ് ഡബിൾ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ താവ് ഡബിൾ ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട്, എന്ന് വായിക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ 10. പിന്നെ ഇവിടെ ഇതൊന്ന് നോക്കുക, പൊന്ന്. അപ്പൊ ഇത് നമുക്കറിയാം നൂൻ ഡബിൾ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് പോന്ന് എഴുതി, ഇത് നൂൻ ഡബിൾ ചെയ്തിട്ട് സ്വരം കൊടുത്തിട്ടില്ല, വവല് കൊടുത്തില്ല. അപ്പൊ എന്നാ വായിക്കണ്ടേ. അപ്പൊ പൊന്ന് എന്ന് നമ്മൾ വായിക്കുമല്ലോ. കണ്ണ്, അപ്പൊ അതിന് കാപ്പെഴുതി നമ്മൾ എഴുതി ഡബിൾ ചെയ്ത് അവിടെ നിർത്തി. അപ്പൊ അത് കണ്ണ് എന്ന് വേണം വായിക്കാൻ, കാരണം അതിന് സ്വരം നമ്മൾ കൊടുത്തിട്ടില്ല. സ്വരം കൊടുക്കാത്തപ്പോൾ ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് അത് മുകളിൽ ചന്ദ്രക്കലയാണെന്നുള്ളത്. അത് മലയാളത്തിന്റെ ഒരു കൺസെപ്റ്റാണ്. ഇരുമ്പ് എന്നെഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, എഴുതി രായ്ക്ക് ആക്കി, എഴുതി മീമ്, പിന്നെ പായു എഴുതി, പിന്നെ സ്വരം കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഇവിടെ ഒരു സ്വരം കൊടുക്കാമെങ്കിൽ ഇരുമ്പു എന്ന് വായിക്കാം, കൊടുക്കാമെങ്കിൽ. അപ്പൊ ഇവിടെ സ്വരം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എന്ന് വായിക്കാൻ, ഇരുമ്പ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ കൺസെപ്റ്റുകൾ. ബാക്കിയെല്ലാം ഇതുപോലെ ഉള്ളൂ. പിന്നെ ഞാനൊരു റൂളൂടെ പറയാനായിട്ട്, അപ്പം ഈ റൂളുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡബിളിങ്, സ്മോൾ ലൈൻ അണ്ടർ ദ ലെറ്റർ. ചാന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഷീന്റെ മുകളിൽ ഒരു ലൈൻ ഇടാം. പിന്നെ എൻഡിങ് വിത്ത് അതാണ് ഞാൻ പറഞ്ഞത്. വിത്തൗട്ട് വവൽ ആണെങ്കിൽ എന്ന് നമ്മൾ വായിക്കണം. പിന്നെ കഴിവതും സിറിയക് സ്പെല്ലിംഗ് തന്നെ സുറിയാനി നാമങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ സാ എന്നുള്ളത് നമുക്ക് എപ്പോഴും സെമക്കസ് ആണ്. പഴയ മാനുസ്ക്രിപ്റ്റിലുള്ള ചിലയിടത്തൊക്കെ താവിനെ സോഫ്റ്റ് ആക്കി സായായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സുറിയാനിയിൽ ഉപയോഗിക്കുന്ന പോലെ. പക്ഷേ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെമക്കസ് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ സ്വരം വെച്ച് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുക. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ മാനുസ്ക്രിപ്റ്റ് വി റീഡ് ആൻഡ് ദി ഈറ ഇൻ വിച്ച് വി റീഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ റൂൾസ് ഒന്നും ചിലപ്പോൾ അവിടെ അപ്ലൈ ചെയ്യല്ല, അവർ പല രീതിയിൽ. കാരണം ഒരു ഗ്രാമർ നമുക്ക് ഇതിന് വെക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് മോർ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ ഫോളോ ചെയ്ത് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അന്നൊന്നും ആരും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. കർഷകൻ ആരും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. പല ഓതേഴ്സും പല രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ നമ്മളത് കോണ്ടെക്സ്റ്റും കോൺസെപ്റ്റും ഒക്കെ വെച്ചിട്ട് വേണം നമ്മളത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ. അല്ലാതെ പല എഴുതിയിട്ടുണ്ട്, പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. രായ്ക്ക് തന്നെ പല ഫോം ഉണ്ട്. അപ്പൊ നമ്മൾ താഴോട്ട് വാലിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മളത് രായ എന്ന് മനസ്സിലാക്കും. അപ്പൊ ടായുടെ രീതികൾ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നീട്ടിയും ചെറുതാക്കിയ ആൾക്കാർ എഴുതും. അപ്പൊ നമ്മളത് നോക്കി വാക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വായിച്ചു പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കർഷകൻ വായിക്കാൻ മലയാളിക്ക് പ്രോപ്പറായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായി. ഈ ഫ്യൂ റൂൾസ് നിങ്ങൾ തന്നിരിക്കുന്ന ദിസ് ഇസ് എ ഗൈഡ് ലൈൻ ഫോർ ഫ്യൂച്ചർ യൂസ് ഓഫ് കർഷകൻ. നമ്മൾ ഭാവിയിൽ കർഷകനിൽ വല്ല എഴുതുവാണെങ്കിൽ വി ക്യാൻ ഫോളോ. അത് മാത്രമല്ല, മിക്കവാറും ഈ റൂൾസ് ഒക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ആകെ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന ഈ ഷീന്റെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഈ സായുടെ കാര്യത്തിൽ ചില മാനുസ്ക്രിപ്റ്റിലെങ്കിലും താവ് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം സുറിയാനിയിൽ താവ് സോഫ്റ്റ് ആക്കി സാ എന്നാക്കുന്ന ഒത്തിരി ഇൻസ്റ്റൻസസ് ഉണ്ടല്ലോ. ആ രീതി ചിലരെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ റൂൾസ് മനസ്സിലുണ്ട്. ഈ ന്യൂ ലെറ്റേഴ്സ് നമ്മൾ മനസ്സിൽ എപ്പോഴും വെക്കണം, എന്നാലേ നമുക്ക് മാനുസ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ റിപ്പീറ്റിംഗ് ദ സെഷൻ. ഫോർ ഈവൻ ഒരു ഇന്ററപ്ഷൻ വന്നു, യു ഹെൽപ് റെക്കോർഡ് ദ സെക്കൻഡ് പാർട്ട് ഓൾസോ.
And yes, hopefully everybody who looks at this video will have a good idea of Karshani and will be inspired to learn at least Oriani, not Karshani. So thank you, Dr. Amal. Thank you. Thank you, Sanjay. Bye bye.